നമസ്കാരം. മലയാള മാധ്യമ രംഗത്ത് ഒരു ഹാസ്യ കഥാപാത്രം വന്നിട്ട് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. ഈ ഹാസ്യ കഥാപാത്രം പല ചാനൽ ചർച്ചകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ ചില മണ്ടത്തരങ്ങൾ. എന്നാൽ അദ്ദേഹം ഒരു പുതിയ മണ്ടത്തരവുമായിട്ടാണ് ഇപ്പോൾ മാധ്യമ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. ആ പ്രോഗ്രാമിന്റെ പേര് ബാക്കി പത്രം എന്നാണ്. ഈയിടെയായി ചില മാധ്യമ പ്രവർത്തകരെ ഈ വ്യക്തി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്നാൽ അതിൽ ചിലരെ ചില പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പല ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ ഇയാളുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്ന എപ്പിസോഡിൽ അദ്ദേഹം ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വേണ്ടി പോവുകയാണ്. ചർച്ച ഷാനി പ്രഭാകരന്റെ മലയാള മനോരമയുടെ കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഷാനി പ്രഭാകരന്റെ ചോദ്യത്തിന് നടൻ സിദ്ദീഖ് കൊടുത്ത ഒരു മറുപടി ഇദ്ദേഹത്തിന് വളരെ രസകരമായി തോന്നി. സത്യം പറഞ്ഞാൽ സിദ്ദീഖ് പറഞ്ഞ കാര്യങ്ങൾ സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണെന്ന് എനിക്കും പറയാൻ പറ്റും. പക്ഷേ ടി.ജി. മോഹൻദാസ് ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ തന്റേടിയായുള്ള മാധ്യമ പ്രവർത്തകയെ വലിച്ച് കുഴക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിദ്ദീഖിന്റെ പ്രതികരണത്തിനെ ബാക്കി പത്രത്തിൽ യൂസ് ചെയ്യുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് പബ്ലിക് കേരളയുടെ ഒരു ചെറിയ മറുപടി. ടി.ജി. മോഹൻദാസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ധർമ്മങ്ങൾ, സത്യങ്ങൾ, അത് ടി.ജി. മോഹൻദാസിന് അറിയുന്നില്ലെങ്കിൽ ഇടക്കൊക്കെ ചാനലുകൾ, മാധ്യമങ്ങൾ എടുത്തു വായിക്കുന്നത്, പത്രങ്ങൾ എടുത്തു വായിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത് അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വല്ലാത്ത ഒരു ഹുങ്കാണെന്ന്. താങ്കൾ അടങ്ങുന്ന ഒരു മാധ്യമ ലോകത്തെയാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച ഹുങ്ക് എന്ന് താങ്കൾ പറഞ്ഞു തന്നാൽ നല്ലതാണ്. രണ്ട്, അയാൾ പറഞ്ഞ മറ്റൊരു രീതി, ചില ചാനൽ ചർച്ചകളിൽ ചില ആളുകളുടെ പേരുകൾ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ടി.ജി. മോഹൻദാസ് മനസ്സിലാക്കുക, ഈ പേര് വിളിക്കുന്നത് റെസ്പെക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെയറിലിരുന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോടോ ഒരു പോലീസുകാരനോടോ അതല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോടോ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമല്ല, മറിച്ച് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തകൻ ഒന്ന് തന്നെയാണ്, പോലീസുകാരൻ ഒന്ന് തന്നെയാണ്, പൊതുപ്രവർത്തകൻ ഒന്ന് തന്നെയാണ്, ഏത് നിയമ വിദഗ്ധനായാലും ഒന്ന് തന്നെയാണ്. അവിടെ പേരുപയോഗിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. രണ്ട്, പൊതുജനത്തിന് ഷാനി പ്രഭാകരനോട് ഒരുപാട് പ്രതിഷേധമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട ടി.ജി. മോഹൻദാസ് ഒരു കാര്യം മനസ്സിലാക്കുക, ഷാനി പ്രഭാകരനോട് RSS BJP അനുകൂലിയായ നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണം UP-യിലെയും ബീഹാറിലെയും ഗുജറാത്തിലെയും നരഭോജികളായിട്ടുള്ള ക്രിമിനലുകളെ കുറിച്ച് പരസ്യമായി തുറന്നടിച്ചത് കൊണ്ടാണ് ഷാനി പ്രഭാകരനെ നിങ്ങൾ വേട്ടയാടുന്നതെന്ന് ഇവിടെയുള്ള ഓരോ മലയാളികൾക്കും മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എത്ര തരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. മൂന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ഞട്ടലില്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം പറയാം, നിങ്ങൾ അനുകൂലിക്കുന്ന BJP-യുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഗുജറാത്തിലെയും, അവരെക്കാളും നല്ല രീതിയിലുള്ള ആണത്വവും ഞട്ടലും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. പ്രിയപ്പെട്ട ടി.ജി. മോഹൻദാസ്, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ചോദിച്ചു, കരുണാനിധി ചെയ്ത 3 നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും ആ 3 നല്ല കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ എന്തായാലും ചെയ്തിട്ടുണ്ടാകില്ല. എന്നാലും ഞാൻ പറയാം, തമിഴ്നാടിന്റെ മണ്ണിൽ മതം പറഞ്ഞ് ആക്രമമുണ്ടാക്കാൻ
ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം വിലക്കുകൾ കൊണ്ടുവന്നു. 2, അവിടെ വർഗീയത പറയുന്ന രാഷ്ട്രീയത്തെ അവർ ഒന്നാകെ തുടച്ചു നീക്കി. 3, ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും ഒരുപോലെ ജീവിക്കാനുള്ള അവസരം തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചെടുത്തു. ഇത് തന്നെയാണ് അദ്ദേഹം ചെയ്ത 3 നല്ല കാര്യങ്ങൾ. ഈ 3 നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അനുകൂലിക്കുന്ന, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിത് ചോദിക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടി വന്നത്. ഒരു കാര്യം ടി.ജി. മോഹൻദാസിനോട് പറയാം. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 10% കുറവുകൾ ഉണ്ടെങ്കിലും 90% നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ. ഇത് നിങ്ങളുടെ UP-യിലെയും ബീഹാറിലെയും ഗുജറാത്തിലെയും മാധ്യമ പ്രവർത്തകരല്ല. കേരളത്തിലെ നല്ല ഞട്ടലുള്ള ആൺകുട്ടികൾ തന്നെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ. ഇവരെന്നും സത്യത്തോടൊപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ. സ്പെഷ്യൽ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.